Hallo Leute, guten Morgen. Am I audible, guys? Am I audible? Yeah. Okay. So let's start with today's session. ഇന്നത്തെ സെഷനിൽ നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് മൊഡാൽ വെർബൻ ഇൻ പ്രിറ്റേരിറ്റും. നിങ്ങൾ പ്രിറ്റേരിറ്റും ഫോം ഓൾറെഡി A1 പഠിച്ചിട്ടുണ്ടാവും. ഏതൊക്കെ വേർബ്സിന്റെ പ്രിറ്റേരിറ്റും ആണ് നിങ്ങൾ പഠിച്ചത്? A1 ഏതൊക്കെ വേർബ്സിന്റെ പ്രിറ്റേരിറ്റും ആണ് പഠിച്ചിട്ടുള്ളത്? എന്തായിരുന്നു പ്രിറ്റേരിറ്റും? ഹാബന്റെയും സൈന്റെയും പ്രിറ്റേരിറ്റും ഫോമാണ് പഠിച്ചിട്ടുള്ളത്. എന്തായിരുന്നു പ്രിറ്റേരിറ്റും? പാസ്റ്റ് ടെൻസിൽ രണ്ട് ടൈപ്പ് ഓഫ് പാസ്റ്റ് ടെൻസ് ഉണ്ടായിരുന്നു നമുക്ക്. പാസ്റ്റ് പെർഫെക്റ്റും പ്രിറ്റേരിറ്റും. അതിൽ സെക്കൻഡ് ഫോം ആണ് പ്രിറ്റേരിറ്റും, അല്ലെങ്കിൽ സെക്കൻഡ് ടൈപ്പ് ആണ് പ്രിറ്റേരിറ്റും എന്നുള്ളത്, അല്ലെ? A1 നിങ്ങൾ ഹാബന്റെയും സൈന്റെയും പ്രിറ്റേരിറ്റും മാത്രം പഠിച്ചിട്ടുള്ളൂ. ഹാബന്റെ പ്രിറ്റേരിറ്റും എന്തായിരുന്നു? ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഹാബന്റെ പ്രിറ്റേരിറ്റും ആൻഡ് സൈനിന്റെ പ്രിറ്റേരിറ്റും. രണ്ടുപേർക്കും ഇന്ന് മ്യൂട്ടാക്കി അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ? ഞാൻ A1 പ്രിറ്റേരിറ്റും പഠിച്ചില്ല. ഓക്കെ. പ്രിറ്റേരിറ്റോ എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് പാസ്റ്റ് ടെൻസ് ആണുള്ളത്. ഓക്കെ, അതില് ഫസ്റ്റ് വൺ ഇസ് പാർട്സ് പെർഫെക്റ്റ്, ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. സെക്കൻഡ് വൺ ആണ് പ്രിറ്റേരിറ്റോ. ഓക്കെ, പ്രിറ്റേരിറ്റും A1 ലെവലിൽ ഓവർ ഒന്നും പഠിക്കുന്നില്ല. ആകെ ജസ്റ്റ് ഹാബന്റെയും സൈന്റെയും പ്രിറ്റേരിറ്റും മാത്രം പഠിക്കുന്നുള്ളൂ. ഹാബന്റെ പ്രിറ്റേരിറ്റോ ആണ് ഇപ്പം നീരജ് ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ കറക്റ്റ് കോൺജുഗേഷൻ. ഹാബന്റെ പ്രിറ്റേരിറ്റും ഫോം ആണ് ഹാർട്ടൻ എന്നുള്ളത്. ഹാർട്ടൻ. അതുപോലെ തന്നെ സൈനിന്റെ പ്രിറ്റേരിറ്റും ആണ് വാരൻ എന്നുള്ളത്. ഈ പ്രിറ്റേരിറ്റും യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹാർട്ടനും വാരനും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അതിന്റെ കൂടെ, ഹാർട്ടന്റെയും വാരന്റെയും മാത്രം കേസാണ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അതിന്റെ കൂടെ വേറെ മെയിൻ വേർബ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഹാർട്ടനും വാരനും മാത്രമായിരിക്കണം ആ സെന്റൻസിലെ ഓൺലി മെയിൻ വേർബ്. അത്ര കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, പ്രിറ്റേരിറ്റുമിൽ വരുന്നത്. ഇന്നത്തെ സെഷനിൽ നിങ്ങൾ നോക്കാൻ പോകുന്നത് മൊഡാൽ വേർബിന്റെ പ്രിറ്റേരിറ്റും, ദാറ്റ് ഈസ് മൊഡാൽ വേർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് എത്ര മൊഡാൽ വേർബ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്? ഏതൊക്കെയായിരുന്നു? Können, sollen, wollen, müssten, dürfen, müssen, mögen. können, sollen, wollen, möchten, dürfen, müssen, mögen. ഇങ്ങനെ 7 മൊഡാൽ വേർബ്സ് ആയിരുന്നു. ഇനി നിങ്ങൾ നോക്കുന്നത് ഈ 7 മൊഡാൽ വേർബ്സ് നിങ്ങൾ മുന്നേ പഠിച്ചിരുന്നത് പ്രസന്റ് ടെൻസിലായിരുന്നു, പ്രേസൻസിലായിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കുന്നത് അത് പ്രിറ്റേരിറ്റുമിലാണ്. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ അതെങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ക്യൊന്നന്റെ മീനിങ് എന്തായിരുന്നു? Can, അല്ലെങ്കിൽ ഏബിൾ ടു എന്നുള്ള മീനിങ് ആണ് ക്യൊന്നൻ എന്നുള്ളത്, അല്ലെ? ഇനി അതിന്റെ പ്രിറ്റേരിറ്റും ഫോം വരുന്നത് കൊണ്ടൻ എന്നാണ്. ഉംലൗട്ട് പോവും, കൊണ്ടൻ, കൊണ്ടൻ. ഇനി അതിന്റെ മീനിങ് വരുന്നത് അപ്പോഴെന്താ? അതിന്റെ ജസ്റ്റ് പാസ്റ്റ് ഗുഡ് എന്നായിട്ട് മാറും. കൊണ്ടൻ, ഗുഡ്. സൊല്ലന്റെ മീനിങ് എന്തായിരുന്നു? should. ഷുഡ്. ഇനി അതിന്റെ പ്രിറ്റേരിറ്റുമായി മാറുമ്പോൾ ഇറ്റ് വിൽ ബി സോൾട്ടൻ, സോൾട്ടൻ. ആൻഡ് അതിന്റെ മീനിങ് എന്താണ്? വാസ് സപ്പോസ് ടു, സോൾട്ടൻ. നെക്സ്റ്റ് വൺ ഈസ് വൊള്ളൻ. വൊള്ളന്റെ മീനിങ്? വൊള്ളന്റെ മീനിങ്? യെസ്, വൊള്ളന്റെ മീനിങ് വാണ്ട് ടു എന്നാണ്. സോ അതിന്റെ പ്രിറ്റേരിറ്റും ഫോം വിൽ ബി ഗുഡ്. വോൾട്ടൻ, വാണ്ടഡ് ടു എന്നാണ് വോൾട്ടൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് മ്യോസ്റ്റൻ. മ്യോസ്റ്റന്റെ മീനിങ് എന്തായിരുന്നു? വുഡ് ലൈക്ക് ടു എന്നായിരുന്നു, അല്ലെ? വുഡ് ലൈക്ക്. സോ ഈ മ്യോസ്റ്റൻ എന്നുള്ളത് നമ്മൾ പ്രിറ്റേരിറ്റീവ് ആകുമ്പോൾ ഇറ്റ് വിൽ ബി വോൾട്ടൻ ഇറ്റ്സെൽഫ്. ഓക്കെ, വോൾട്ടൻ എന്ന് തന്നെയാണ് മ്യോസ്റ്റന്റെ പ്രിറ്റേരിറ്റീവ് ഫോമും വരുന്നത്. ആൻഡ് അതിന്റെ മീനിങ്ങും വാണ്ടഡ് ടു എന്ന് തന്നെയാണ്. നെക്സ്റ്റ് വൺ ഇസ് ഡ്യൂർഫൻ. ഡ്യൂർഫൻ എന്നതിന്റെ പ്രിറ്റേരിറ്റീവ് ആണ് ഡൂഫ്റ്റൻ. ഉംലാവ് ഇല്ല, അത് ശ്രദ്ധിക്കണം. ഡൂഫ്റ്റൻ, ഡൂഫ്റ്റൻ. ഡ്യൂർഫന്റെ മീനിങ് എന്തായിരുന്നു വരുന്നത്? അലൗഡ് ടു, അല്ലെ? ഇനി അത് പാസ്റ്റ് ആകുമ്പോൾ എന്തായി മാറും? വാസ് അലൗഡ് ടു. ഓക്കെ, ഡൂഫ്റ്റൻ എന്നായിട്ട് മാറും. നെക്സ്റ്റ് വൺ ഇസ് മ്യുസൻ. മ്യുസന്റെ മീനിങ് എന്തായിരുന്നു?
മസ്റ്റ് അല്ലെങ്കിൽ Yes. ഹാവ് ടു എന്നുള്ള മീനിങ് ആണ് വരുന്നത്. മിസ്സിന്റെ പ്രൊട്ടേറ്റീവ് ഫോം വിൽ ബി മുസ്റ്റൻ. മുസ്റ്റൻ. ഓക്കെ. ആൻഡ് അതിന്റെ മീനിങ് വരുന്നത് ഹാഡ് ടു എന്നാണ്. ഹാഡ് ടു. ഓക്കെ. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ ഇസ് മ്യോഗൻ. മ്യോഗന്റെ മീനിങ് എന്തായിരുന്നു? ടു ലൈക്ക് എന്നുള്ള മീനിങ് ആയിരുന്നു മ്യോഗന്റെ വരുന്നത്. ഇനി അതിന്റെ പ്രൊട്ടേറ്റീവ് ഫോം വിൽ ബി മോക്ടൺ. മോക്ടൺ. ഓക്കെ. അതിന്റെ മീനിങ് വരുന്നത് ലൈക്ക് അല്ലെങ്കിൽ ലൈക്ക് ടു. സോ ഇവിടെ ഓരോ വേർബിന്റെയും ഓരോ മൊഡാൽ വേർബിന്റെയും പ്രൊട്ടേറ്റീവ് ഫോം കൊടുത്തിട്ടുണ്ട് ആൻഡ് അതിന്റെ മീനിങ്ങും. അവിടെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാൻ പോകുന്നത് വൊള്ളന്റെയും മ്യോസ്റ്റിന്റെയും വോൾട്ടൻ എന്ന് തന്നെയാണ് അതിന്റെ പ്രൊട്ടേറ്റീവ് ഫോം വരുന്നത്. അതുപോലെ തന്നെ മ്യോഗന്റെ പ്രൊട്ടേറ്റീവ് ഫോം ഇസ് മോക്ടൺ. ഈ ഒരു രീതിയിലാണ് വരുന്നത്. വൺസ് അഗൈൻ പ്രൊട്ടേറ്റീവ് പാർട്ട് മാത്രം നോക്കാം. കോണ്ടൻ, സോൾട്ടൻ, വോൾട്ടൻ, again വോൾട്ടൻ, ഡൂഫ്റ്റൻ, മുസ്റ്റൻ, മോക്ടൺ. ഇങ്ങനെയാണ് നമ്മുടെ 7 മൊഡാൽ വേർബ്സിന്റെ പ്രൊട്ടേറ്റീവ് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പ്രൊട്ടേറ്റീവിന്റെ കോൺജുഗേഷൻ ആണ്. എങ്ങനെയാണ് ഇത് കോൺജുഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ക്യുന്നൻ. ക്യുന്നന്റെ പ്രൊട്ടേറ്റീവ് ഫോം ഇസ് Count. content. Content. Kyunന്റെ പ്രൊട്ടേറ്റീവ് ഫോം ഇസ് content. So ishന്റെ കൂടെ it will be ish counter. Ish counter. Do contest. Do contest. RCS counter. Wir content. Ihr content. Sie oder sie content. Once again, ish counter. Do contest. RCS counter. Wir content. Ihr content. Sie oder sie content. Next one is Zollan. Zollan interpretive form is Zoltan. Zoltan. So it will be Ich sollte, du solltest, sie sollte, wir sollten, ihr solltet, sie oder sie sollten. Okay. Next one, Wollen. Wollen interpretive will be Wollten. and Mjosten interpretive. Driften. Mjosten interpretive. Musten. Musten. Mjosten interpretive. Mjosten. Musten. ജസ്റ്റ് സി ഈ ചാർട്ടിൽ തന്നെ നോക്കും. മ്യോസ്റ്റന്റെ അടിയിൽ എന്താ വരുന്നത്? വോൾട്ടൻ. വോൾട്ടന്റെയും മ്യോസ്റ്റന്റെയും പ്രൊട്ടേറ്റീവ് ഫോം ഇസ് വോൾട്ടൻ ഇറ്റ്സെൽഫ്. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. രണ്ടിന്റെ ഒരേ കോൺജുഗേഷൻ ആ വരുന്നത്. സോ വോൾട്ടന്റെ കോൺജുഗേഷൻ ആണ് ഇനി നോക്കേണ്ടത്. ഇഷ് വോൾട്ട്, ഡു വോൾട്ടെസ്റ്റ്, എർസിയസ് വോൾട്ട്, വിയർ വോൾട്ടൻ, ഇയർ വോൾട്ടഡ്, സി ഓർഡർ സി വോൾട്ട്. Once again, ich wollte, du wolltest, RCS wollte, wir wollten, ihr wolltet, sie oder sie wollten. ഈ ഒരു രീതിയിൽ വരും. നെക്സ്റ്റ് വൺ ഇസ് ഡ്യൂർഫൻ. ഡ്യൂർഫന്റെ പ്രൊട്ടേറ്റീവ് ഇസ് Driften. ഡൂഫ്റ്റൻ. ഡൂഫ്റ്റൻ എന്ന് വരും. സോ ഇറ്റ് വിൽ ബി ഇഷ് ഡൂഫ്റ്റ്, du duftest, RCS dufte, wir duften, ihr duftet, sie oder sie duften. So again, ich dufte, du duftest, RCS dufte, wir duften, ihr duftet, sie oder sie duftet. Next one, müssen interpretive is Musten. mussten. Okay. Ich musste, du musstest, RCS musste, wir mussten, ihr musstet, sie oder sie musste. ഈ ഒരു രീതിയിലാണ് മുസ്റ്റന്റെ കോൺജുഗേഷൻ വരുന്നത്. ലാസ്റ്റ് വൺ ഇസ് മ്യോഗൻ. മ്യോഗന്റെ പ്രൊട്ടേറ്റീവ് ഇസ് Musten. മോക്ടൻ. മോക്ടൻ. So it will be ich mockte, du mocktest, RCS mockte, wir mockten, ihr mocktet, sie oder sie mockte. ഈ ഒരു രീതിയിലാണ് നമ്മുടെ 7 മൊഡാൽ വേർബ്സിന്റെ പ്രൊട്ടേറ്റീവ് ഫോമിന്റെ കോൺജുഗേഷൻ വരുന്നത്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വോള്ളന്റതും അതുപോലെ തന്നെ മ്യോസ്റ്റന്റതും പ്രൊട്ടേറ്റീവ് ഫോം ഇസ് വോൾട്ടൻ സെയിം ആണ്. അതുപോലെ തന്നെ ഒരു ഇഷിന്റെയും എർസിയസിന്റെയും കോൺജുഗേഷൻ എല്ലാത്തിലും എന്താണ് വരുന്നത്? സെയിം ആണ് വരുന്നത് അല്ലെ? ഇഷിന്റെ തന്നെയാണ് എർസിയസിന് വരുന്നത്. സോ ആ രീതിയിൽ ഒരു ടിപ്പ് വെച്ചിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ. സോ ഇതാണ് നമ്മുടെ മൊഡാൽ വെർബ്സിന്റെ പ്രൊട്ടേറ്റീവ് ഫോം ആൻഡ് ദിയർ കോൺജുഗേഷൻ. ഓക്കെ. ആൻഡ് ദിയർ കോൺജുഗേഷൻ അക്കോർഡിംഗ് ടു ദി സബ്ജക്ട്. ഇനി
വേറൊരു കാര്യം നോക്കാം. അപ്പൊ നമ്മൾ മൊഡാൽ വെർബ് ആണ്. മൊഡാൽ വെർബിന്റെ കൂടെ ഓഫ് കോഴ്സ് നമ്മൾ മെയിൻ വെർബ് യൂസ് ചെയ്യും അല്ലെ. മൊഡാൽ വെർബും മെയിൻ വെർബും എന്നുള്ള റൂൾ എന്തായിരുന്നു? മൊഡാൽ വെർബും മെയിൻ വെർബും സാധാ പ്രസന്റ് ടെൻസിൽ നമ്മൾ എഴുതുമ്പോഴുള്ള റൂൾ എന്തായിരുന്നു? മൊഡാൽ വെർബിന്റെ പൊസിഷൻ ഏതാണ്? മൊഡാൽ വെർബ് സെക്കൻഡ് പൊസിഷൻ ഗുഡ് ആൻഡ് മെയിൻ വെർബ് ലാസ്റ്റിൽ. എങ്ങനെ പോകും ലാസ്റ്റിൽ? ഇൻഫിനിറ്റീവ് ഫോമിലാണോ കോൺജുഗേറ്റഡ് ഫോമിലാണോ? എങ്ങനെയായിരുന്നു പോകുന്നത്? കോൺജുഗേറ്റഡ് ഫോമിലാണോ മെയിൻ വെർബ് പോവുക എൻഡിലേക്ക്? ഇൻഫിനിറ്റീവ് ഫോമിൽ. ഓക്കെ, അതിന്റെ ഒറിജിനൽ ഫോമിലാണ് പോവുക. മെയിൻ വെർബിനെ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യും. സോറി, മൊഡാൽ വെർബിനെ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ സെന്റൻസിലെ മെയിൻ വെർബ് സെന്റൻസിലെ എൻഡിലേക്ക് ഇൻഫിനിറ്റീവ് ഫോമിൽ പോകും. ഇൻഫിനിറ്റീവ് ഫോം കോൺജുഗേറ്റ് ചെയ്ത ഫോമിലല്ല, കോൺജുഗേറ്റ് ചെയ്യാത്ത ഫോമിൽ പോകും. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ മൊഡാൽ വെർബ് പ്രസൻസിൽ എഴുതിയിരുന്നത്. ഇനി ഇതിപ്പോ നിങ്ങൾ പ്രിട്ടേരിട്ടും പാസ്റ്റിൽ എഴുതുമ്പോൾ എങ്ങനെയാ കേസ് എന്ന് വെച്ചാൽ, പാസ്റ്റിൽ എഴുതുമ്പോഴും ഓഫ് കോഴ്സ് അവിടെ മൊഡാൽ വെർബിന്റെ കൂടെ മെയിൻ വെർബ് വരും. അപ്പൊ മൊഡാൽ വെർബിന്റെ കൂടെ ഒരു മെയിൻ വെർബ് വന്നാൽ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. മൊഡാൽ വെർബിനെ പ്രിട്ടേരിട്ടും ഫോമിൽ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യും. മെയിൻ വെർബ് പ്രസന്റ് ടെൻസിൽ തന്നെ ഇൻഫിനിറ്റീവ് ഫോമിൽ എൻഡിലേക്ക് പോകും. ഓക്കെ, അപ്പൊ മൊഡാൽ വെർബ് മാത്രമാണ് ഇവിടെയും നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുന്നത്. മെയിൻ വെർബിന് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, എൻഡിലേക്ക് ഇൻഫിനിറ്റീവ് ഫോമിൽ കൊണ്ടുപോയി എഴുതും. ഓക്കെ, സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ is I could do it. I could do it. To do എന്നുള്ളതിന് നമ്മൾ maken എന്ന് പറയും. Could എന്നുള്ളതിന് ഏത് മൊഡാൽ വെർബാണ് യൂസ് ചെയ്യുക? Content എന്നുള്ളത്. Okay. I could do. ഇഷിന്റെ കൂടെ could എങ്ങനെയാ വരിക? Ich konnte. Yeah, ich konnte. Ich konnte എന്ന് വരും. എന്നിട്ട് നമ്മുടെ മെയിൻ വെർബായ maken ഇൻഫിനിറ്റീവ് ഫോമിൽ എവിടെ പോവും? എൻഡിൽ പോവും അല്ലെ. സോ ഇറ്റ് വിൽ ബി ich konnte es machen. Ich konnte es machen എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ is I wanted to learn German എന്നാണ്. I wanted to learn German. സോ മെയിൻ വെർബ് വരുന്നത് lernen എന്നുള്ളതാണ്. lernen. wanted to എന്നുള്ളതിന് ഏത് വെർബാണ് യൂസ് ചെയ്യുക? Wollen. wollen ആണോ? Wollten. Yeah, wollten. ഇഷിന്റെ കൂടെ wollten വരുമ്പോ Ich wollte. Yeah, ich wollte. സോ ഇങ്ങനെയായിരിക്കും. സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ പ്രിട്ടേരിട്ടും ഫോം കോൺജുഗേറ്റ് ചെയ്യും. മൊഡാൽ വെർബിന്റെ മെയിൻ വെർബ് എൻഡിലേക്ക് പോകും ഇൻഫിനിറ്റീവ് ഫോമിൽ. സോ ഇറ്റ് വിൽ ബി ich wollte Deutsch lernen. Ich wollte Deutsch lernen എന്ന് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ is he was allowed to drink coffee. He was allowed to drink coffee. മെയിൻ വെർബ് വരുന്നത് trinken എന്നുള്ളതാണ്. To drink. Coffee is their cafe, you might be knowing. So trinken എന്നുള്ളത് ഇൻഫിനിറ്റീവ് ഫോമിൽ എൻഡിലേക്ക് പോകും. നമ്മളിവിടെ was allowed to എന്നുള്ള മൊഡാൽ വെർബ് മാത്രമാണ് കോൺജുഗേറ്റ് ചെയ്യുന്നത്. was allowed to ഏത് മൊഡാൽ വെർബാണ്? Draften. Durften. Durften. Okay. Durfende പ്രിട്ടേരിട്ടും ദാറ്റ് ഇസ് Durften. So it will be എറിന്റെ കൂടെ വരുമ്പോൾ durfte cafe trinken എന്ന് വരും. durfte cafe trinken. സെക്കൻഡ് പൊസിഷനിൽ Durften നമ്മൾ കോൺജുഗേറ്റ് ചെയ്തു. ആൻഡ് trinken എന്ന മെയിൻ വേർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ സെന്റൻസിന്റെ എൻഡിലോട്ട് പോയി. ആൻഡ് കമ്മിങ് ടു ദി ലാസ്റ്റ് എക്സാമ്പിൾ, ദാറ്റ് is he was supposed to submit the notebook. He was supposed to submit the notebook. Supposed to എന്നുള്ളതിന് ഏത് മൊഡാൽ വെർബാ യൂസ് ചെയ്യുക? Sollten. Sollten. ഇനി അവിടെ വരുന്ന മെയിൻ വേർബ് is abgeben, to submit. Abgeben. നോട്ട്ബുക്ക് das Heft എന്ന് പറയും. abgeben എന്ന മെയിൻ വേർബ് ഇൻഫിനിറ്റീവ് ഫോമിലെ സെന്റൻസിന്റെ എൻഡിലേക്ക് പോകും. ആൻഡ് നമ്മുടെ പ്രിട്ടേരിട്ടും ഫോം ഓഫ് sollen, that is sollten. സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യും. സോ എറിന്റെ കൂടെ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി sollte das Heft abgeben. sollte das Heft abgeben. മെയിൻ വെർബ് ഇൻഫിനിറ്റീവ് ഫോമിലെ സെന്റൻസിന്റെ എൻഡിലോട്ട് പോയി. സോ എങ്ങനെയാണ് പ്രിട്ടേരിട്ടും ഫോം ഓഫ് മൊഡാൽ വെർബ് യൂസ് ചെയ്യുക എന്നുള്ള ക്ലിയർ ആയോ? Yeah. സോ നമുക്കൊന്നും കൂടെ ഒന്ന്
എല്ലാതും നോക്കാം. നമുക്ക് 7 മൊഡാൽ വെർബ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 7 മൊഡാൽ വെർബ്സിന്റെയും പ്രെറ്റേരിറ്റും ഫോം, അല്ലെങ്കിൽ അതെങ്ങനെയാ പാസ്റ്റിൽ എഴുതുക എന്നുള്ളത് നമ്മളിപ്പോൾ നോക്കിയത്. യുണ്ണന്റെ പ്രെറ്റേരിറ്റും ഫോം ഇസ് കോണ്ടൻ, സൊല്ലന്റേത് സോൾട്ടൻ, വുള്ളന്റേത് വോൾട്ടൻ, മ്യോസ്റ്റന്റേത് വോൾട്ടൻ ഇറ്റ്സെൽഫ്, ഡ്യൂർഫന്റേത് ഡൂഫ്റ്റൻ, മ്യുസന്റേത് മുസ്റ്റൻ, മ്യോഗന്റേത് മോക്ടൻ. നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞൊരു കാര്യം, മൊഡാൽ വെർബ് പ്രെറ്റേരിറ്റും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മെയിൻ വെർബ് വരാം. മെയിൻ വെർബ് വരുമ്പോൾ മൊഡാൽ വെർബും പ്രെറ്റേരിറ്റും നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യും. മെയിൻ വെർബ് ഇൻ ഇൻഫിനിറ്റീവ് ഫോം സെന്റൻസിന്റെ എൻഡിലോട്ട് പോകും. ഇത്ര കാര്യങ്ങളാണ്. സോ ക്ലിയർ അല്ലേ? നീരജ് ഓൾസോ ചാറ്റ് ബോക്സിൽ പറയാ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ താഴെ 6 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്, 6 സെന്റൻസുകൾ ഉണ്ട്. പെട്ടെന്നൊന്ന് ചെയ്തെല്ലാവരും.
Okay, guys, completed. Done. Completed. Arshad. Last one. Okay. Okay, let's discuss now. Yeah, Arshad, first one. Yes. Arshad. Sie konnten viele Geld verdienen. Viel Geld. Okay, viel Geld verdienen. Yeah. നീരജ് ഓക്കെ നീരജിന് സംസാരിക്കാൻ കഴിയില്ലല്ലോ യാ ഓക്കെ ഇപ്പൊ കുഴപ്പമില്ല. എന്താ സെക്കൻഡ് വൺ Ihr musstet jeden Tag aufwachen. സി മുസ്റ്റൻ Sie പറഞ്ഞാൽ. എന്നുള്ളതിന് സി എന്നാണ് പറയാ ഇയർ ഈസ് യു പ്ലൂരൽ സി മുസ്റ്റൻ സോ ഒന്നുകൂടെ പറഞ്ഞ ആ സെന്റൻസ് Sie musstet jeden Tag aufwachen. ഫ്രൂ ഹാഫ് വാക്കൻ ഓക്കെ ഏർലി എന്നുണ്ട് ഏർലി എന്നുള്ളതിന് ഫ്രൂ എന്നാണ് പറയാ ഞാൻ അവിടെ കൊടുക്കാൻ വിട്ടുപോയതാണ് സി മുസ്റ്റൻ jeden Tag ഫ്രൂ ഹാഫ് വാക്കൻ Now, third one, Arshad. Er sollte nach Deutschland gehen. Ja, er sollte nach Deutschland gehen. Good. Fourth one, Neeraj. Er durfte Durfte, Fußball spielen. er durfte Fußball spielen. Good. Ini, fifth one again, Arshad. Früher ich wollte einen Arzt sein. Früher first വന്നാൽ വോൾട്ട സെക്കൻഡ് പൊസിഷനിൽ പോണം തേർഡ് പൊസിഷനിൽ സബ്ജക്റ്റ് ആവും ഓക്കെ സോ ഇറ്റ് വിൽ ബി früher wollte ich einen Arzt sein. Früher Ich എവിടെ വരിക? third position. Subject should be either in first അല്ലെങ്കിൽ third position. Okay. Früher wollte ich എന്നാണ് വരിക. Früher wollte ich einen Arzt sein. Okay. Last one, Neeraj. Du durftest Hmm. einen Hund bringen. Yeah. Du durftest einen Hund bringen. Sehr gut. എല്ലാവരും
കറക്റ്റായി ചെയ്തു. ലാസ്റ്റ് ലാസ്റ്റ് Du durftest einen Hund bringen. ഓക്കെ Yeah, ഓക്കെ. yeah, good. So, ഈ ടോപ്പിക് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അവിടെ സി വേണമല്ലോ ഉപയോഗിച്ചൂടെ? Yeah, sie durften einen Hund bringen. Both are fine. ഓക്കെ ഓക്കെ. So, ക്ലിയർ അല്ലേ ഈ ടോപ്പിക്? ആ ഇനി നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. വളരെ ചെറിയൊരു കാര്യം. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടോന്നറിയില്ല. ദിസ് ആൻഡ് ദീസ് എന്നുള്ളതിന് നമ്മൾ എന്താ ജാമലിൽ പറയാന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അതിന്റെ ചാർട്ട് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദിസ് അല്ലെങ്കിൽ ദീസ് എന്നുള്ളതിന് നമ്മൾ ജാമലിലും പറയുന്നത് ദീസ് എന്നാണ്. ബട്ട് സ്പെല്ലിംഗ് ഒന്ന് നോക്കുക. ദീസ് എന്നാണ് പറയുന്നത്. അതിന്റെ കോൺജുഗേഷൻ നമുക്ക് നോക്കാം. കോൺജുഗേഷൻ അല്ല, അത് എങ്ങനെയൊക്കെയാണ് ഒരു നോമിനാറ്റീവ്, അക്യുസാറ്റീവ്, ഡാറ്റീവിൽ എങ്ങനെയാ വരുന്നത് എന്നുള്ള നോക്കാം. നോമിനാറ്റീവിൽ നമുക്കറിയാം മാസ്കുലിനിൽ ഇറ്റ് വിൽ ബി ദീസർ, ഫെമിനിനിൽ ദീസ്, നോയ്ത്രൂമിൽ ദീസസ്, പ്ലൂറലിൽ ദീസ്. അക്യുസാറ്റീവിൽ ഏത് ജെൻഡറിൽ മാത്രം മാറ്റം വരിക? ഫെമിനിൻ. അക്യുസാറ്റീവ് ഫെമിനിനിലാണോ മാറ്റം sorry. വരുന്നത്? മാസ്കുലിൻ. മാസ്കുലിനിൽ എന്ത് എൻഡിങ് ആണ് വരിക? ഡീസൻ. en ending വരും. So it will be masculine thesen, feminine these, noithrum theses, പ്ലൂറൽ ദീസ. ബാക്കിയുള്ളതിലൊന്നും ചേഞ്ച് ഇല്ല. അക്യുസാറ്റീവ് മാസ്കുലിനിൽ മാത്രമാണ് ചേഞ്ച്. ഇനി ഡാറ്റീവിൽ വരുമ്പം ഏതിലൊക്കെ ചേഞ്ച് ആവുക? ഏതൊക്കെ ജെൻഡറാ ചേഞ്ച് ആവുക? എല്ലാം. എല്ലാം ചേഞ്ച് ആവും. സോ ഇറ്റ് വിൽ ബി മാസ്കുലിനിൽ ദീസം, ഫെമിനിനിൽ ദീസർ, നോയ്ത്രൂമിൽ ദീസം, പ്ലൂറലിൽ ദീസ്. ഓക്കെ, ഇത് ജസ്റ്റ് ലൈക്ക് നമ്മുടെ ആർട്ടിക്കിൾസിന്റെ ചാർട്ട് പോലെ തന്നെയാണ് ഇതിന്റെ എൻഡിങ്ങും വരുന്നത്. നിങ്ങൾക്ക് യൂസ് ചെയ്ത് ശീലമില്ലാത്തൊരു ടേമാണ് ദീസ് എന്നുള്ളത്, അതുകൊണ്ടാണ് അത് എക്സ്ട്രാ ആയിട്ട് അവിടെ ആഡ് ചെയ്തത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ദിസ് ബുക്ക് ബിലോങ്സ് ടു മീ. ദിസ് ബുക്ക് ബിലോങ്സ് ടു മീ. ഈ സെന്റൻസിൽ ദിസ് ബുക്ക് എന്നുള്ളത് നോമിനാറ്റീവ് ആണോ, അക്യുസാറ്റീവ് ആണോ, ഡാറ്റീവ് ആണോ? നോമിനാറ്റീവ്. നോമിനാറ്റീവ്. ബുക്ക് എന്നുള്ളതിന്റെ ജെൻഡർ എന്താണ്? ന്യൂട്രൽ. സോ നോമിനാറ്റീവ് ന്യൂട്രൽ എങ്ങനെയായിരിക്കും വരിക? നോമിനാറ്റീവ് Dieses Buch gehört mir. sehr gut. Dieses Buch gehört mir എന്ന് വരും. Dieses Buch gehört mir. Next one is this car is beautiful. ഇവിടെയോ നോമിനാറ്റീവ് ആണോ? Nominative. ഇനി കാറ് ജെൻഡർ ഏതാ? ദാസ്. So it will be noithrum itself. Nominative noithrum നമ്മൾ പറഞ്ഞു. എന്താ വരിക? Dieses എന്നാണ് വരിക. So it will be dieses Auto ist schön. Dieses Auto ist schön എന്ന് വരും. Last one is I need this table. ഇവിടെ this എന്താണ്? നോമിനാറ്റീവ് ആണോ? നോമിനേറ്റീവ്. നോമിനാറ്റീവ് ആണോ? നിങ്ങൾ പറയാ Nominative ആണ്. നോമിനാറ്റീവ് തന്നെ ആണോ? അതെ. എന്തുകൊണ്ടാണ് ദിസ് ടേബിൾ എന്നുള്ളത് നോമിനാറ്റീവ് ആയത്? അപ്പൊ ഐ എന്നുള്ളത് ആരാണ് ഇതില്? ഐ അല്ലേ സബ്ജക്ട്? സബ്ജക്ട്. സോ ഐ അല്ലേ നോമിനാറ്റീവ് ആവുക? യെസ്. അപ്പൊ ദിസ് ടേബിൾ എന്നുള്ളത് എന്തായിരിക്കും? അക്വസേറ്റീവ്. അക്യുസാറ്റീവ്. അക്യുസാറ്റീവിൽ ഏത് ജെൻഡറാ നോക്കണ്ടേ? ടേബിളിന്റെ ജെൻഡർ എന്താണ്? ഡർ ഡാഷ്. മാസ്കുലിൻ. മാസ്കുലിൻ. സോ അക്യുസാറ്റീവ് മാസ്കുലിനിൽ എങ്ങനെയാ ദീസ് വരുന്നത്? ഡീസൻ. ദീസൻ. സോ നമ്മൾ എങ്ങനെ എഴുതും അത്? ടു നീഡ് എന്നുള്ളതിന് നമ്മൾ ബ്രൗക്കൻ എന്ന് പറയും. ബ്രൗക്കൻ. സോ ഇറ്റ് വിൽ ബി ഇഷ് ബ്രൗക്ക് ദീസൻ ടിഷ്. ഇഷ് ബ്രൗക്ക് ദീസൻ ടിഷ്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് നിങ്ങളുടെ ആർട്ടിക്കിൾസ് എങ്ങനെയാണോ നിങ്ങൾ യൂസ് ചെയ്തത് അതുപോലെ തന്നെ നിങ്ങളുടെ ദ അല്ലെങ്കിൽ ഐൻ എന്നുള്ളതിന്, ദി അല്ലെങ്കിൽ ഐൻ എന്നുള്ളതിന് പകരം അവിടെ ദീസൻ എന്ന് വന്നെന്ന് വിചാരിച്ചാൽ മതി. അതെങ്ങനെയാ യൂസ് ചെയ്യാന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ്. എങ്ങനെയാന്നുള്ള മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെയാണ്. കുറച്ച് എക്സസൈസ് താഴെ കൊടുത്തിട്ടുണ്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഒന്ന് ചെയ്തോളൂ.
Okay, completed. Done. Last one. No. Okay, let's discuss now. Neeraj, first one. Ich kaufe dieses Kleid. Yeah, ich kaufe dieses Kleid. Sehr gut. Second one, Arshad. Ich finde dieses Buch interessant. Sehr gut. Ich finde dieses Buch interessant. Third one, Neeraj. Ich gehe mit diese Schuhen. Myth കഴിഞ്ഞിട്ട് എന്തായിരുന്നു? DIESE, diese. ദീസ ആണോ വരിക? മിത്ത് എന്നുള്ളത് ഡാറ്റീവ് പ്രപ്പോസിഷൻ ആണ്. സോ Okay. പ്ലൂറൽ ആണ് ഷൂസ് എന്നുള്ളത്. എന്തായിരിക്കും വരിക? ഡാറ്റീവ് പ്ലൂറൽ. Plural. Diesen. Ja, mit diesen Schuhen. Okay, ich gehe mit diesen Schuhen. Yeah. Now, fourth one, Arshad. Ich liebe diesen Mann, weil sehr nett ist. Ja, sehr gut. Ich liebe diesen Mann, weil sehr nett ist. Sehr gut. Now, fifth one, Neeraj. Diese Stadt ist sehr überfüllt. Deshalb möchte ich diese Stadt nicht. Mag ich. Okay, Mag like ആണ്. Okay, mag ich diese Mag ich. Stadt nicht. Okay. Diese Stadt ist sehr überfüllt, deshalb mag ich diese Stadt nicht. Likeന് മാകുന്ന പറയല്ല. Yeah, mögen. Okay. Möchten means would like to. Okay. So, ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ? ലാസ്റ്റ് ഒന്ന് പറയാമോ? Yeah. Diese Stadt ist sehr überfüllt, deshalb mag ich diese Stadt nicht. അപ്പൊ അതേപോലെ സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറയാമോ? ഫീൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷൻ അല്ലേ വരണത്? ഏതായിരുന്നു? വെർബ്. Fourth one അല്ലേ? അതെ. Ich liebe diesen Mann, weil sehr nett ist. Weil എന്നുള്ളത് ബെസുന്ദര കണക്ടോറിനാണ്. അപ്പൊ സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കേണ്ട വേർബ് ലാസ്റ്റ്. conjugated weil sehr nett ist. ലാസ്റ്റ് ഒന്ന് ദാഹിർ ഉപയോഗിച്ച് Yeah, കുഴപ്പമുണ്ടോ? Dahir, Darum, everything is fine.
അപ്പോ സെക്കൻഡ് പൊസിഷനിൽ വരേണ്ടത് ലാസ്റ്റ് പൊസിഷനിൽ വരൂലേ വെബ്? ദശാൽ ദാഹിർ എല്ലാതും കൈന കണക്ടോറൻ അല്ലേ? ദാഹിർ ഡിസെൻഡർ അല്ലേ? ദശാൽ, ദാരും, ദാഹിർ എല്ലാം കൈന കണക്ടോറൻ അല്ലേ? Okay. ബിസുന്ദർ കണക്ടോറൽ ദാറ്റ്സ് വൈ എന്നുള്ളത് നമ്മൾ പഠിക്കുന്നില്ലല്ലോ. That's why. Yeah. Okay. വേറെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. സോ നമ്മൾ ഇന്ന് രണ്ട് കാര്യങ്ങൾ പഠിച്ചു. മൊഡാൽ വെർബ് ഇൻ പ്രെറ്റേരിറ്റും അതേപോലെ ദീസ് എന്നുള്ളതിന്റെ ചാർട്ടും പഠിച്ചു. സോ ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അതെ. ഓക്കെ. സോ ഇത്രയാണ് ഇന്നത്തേക്കുള്ളത്. ബാക്കി നമുക്ക് നാളെ ക്ലാസ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കൺഫർമേഷൻ ഞാൻ രാത്രി തരാം. നാളെ ക്ലാസ് ഉണ്ടാവാനാണ് 90% ചാൻസ്. സോ അറ്റൻഡ് ചെയ്യാം. ഹോംവർക്ക് ഞാൻ അയക്കാം ഈ ടോപ്പിക് എന്നുള്ളത്. അതും ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിന് മുന്നേ സബ്മിറ്റ് ചെയ്യും. Okay. Okay. So that's all for today. We'll be meeting tomorrow, I guess. Till then, choose. Cheers. Cheers. Choose.